الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതാനും ദിനങ്ങൾക്കകം വിശുദ്ധ റമദാനിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. അല്ലാഹുമ്മ ബല്ലഗ്നാ റമദാൻ. പടച്ചവനെ, റമദാനിൽ ജീവിക്കാനുള്ള അവസരം, ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരായ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനകളിൽ ജീവിതത്തിൽ ഉടനീളം റമളാൻ ഉണ്ടായിരുന്നു എന്ന് സ്വഹാബിമാരുടെ ജീവചരിത്രം നമുക്ക് വിശദീകരിച്ചു തന്ന താബിഉകൾ നമ്മോട് പറയുന്നുണ്ട്. യദഊന അല്ലാഹ സിത്തൻ അയ്യുബല്ലിഗഹും റമളാൻ ثم യദഊന സിത്തൻ അയ്യതഖബ്ബല മിൻഹും. ഒരു വർഷത്തിലെ റമളാൻ അടക്കമുള്ള 6 മാസക്കാലത്തെ അവരുടെ പ്രാർത്ഥന, പടച്ചവനെ, റമളാനിൽ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ നീ സ്വീകരിക്കണമേ എന്നായിരുന്നു. അവശേഷിക്കുന്ന 6 മാസക്കാലത്തെ അവരുടെ പ്രാർത്ഥന, പടച്ചവനെ, റമളാനിൽ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നായിരുന്നു. നോക്കൂ നിങ്ങൾ, റമളാന്റെ മുമ്പുള്ള 6 മാസം മുതൽ അവരുടെ പ്രാർത്ഥന തുടങ്ങും എന്നുള്ളതാണ്. പടച്ചോനെ, റമളാനിൽ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന്. അവരുടെ ജീവിതം റമളാനുമായി ബന്ധപ്പെട്ടതായിരുന്നു. നമ്മൾ റമളാൻ പറയാൻ തുടങ്ങാറുള്ളത് ഏറി വന്നാൽ റജബ് മാസത്തോട് കൂടി, അതല്ലെങ്കിൽ ഷഅബാനിൽ, അങ്ങനെയാണ്. പക്ഷെ സ്വഹാബിമാർ അവരുടെ പ്രാർത്ഥനകളിലും പരാമർശങ്ങളിലും എപ്പോഴും റമളാൻ കടന്നു വന്നിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബിമാരെ സംബന്ധിച്ച് താബിഉകൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. റമളാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മിലേക്ക് കടന്നു വരേണ്ടത്. വേഴാമ്പൽ മഴയെ കാത്തിരിക്കുന്നത് പോലെ റമളാനെ കാത്തിരിക്കുന്നവരായി നമ്മൾ മാറണം. വിളിക്കാതെ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് പോലെ റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. റമളാനെ പ്രാർത്ഥനയോടുകൂടി വരവേൽക്കണമെന്നാണ്. റമളാൻ മാസപ്പിറ ദൃശ്യമായ വിവരം കേട്ടാൽ ഉടനെ വിശ്വാസി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക അല്ലാഹുമ്മ ഹിലാല റുഷ്ദിൻ വ ഖൈർ. അല്ലാഹുവേ, ഈ മാസത്തെ നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള മാസമാക്കണമേ നാഥ.
അല്ലാഹുവേ, വിവേകത്തിന്റെയും നന്മയുടെയും മാസമാക്കി ഈ മാസത്തെ നീ മാറ്റണമേ എന്ന് പ്രത്യേകമായി മാസപ്പിറ ദർശിക്കുമ്പോഴോ അതല്ലെങ്കിൽ മാസപ്പിറ ദർശിച്ച വിവരം കേൾക്കുമ്പോഴോ വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാൻ. മഹാന്മാരായ സ്വഹാബിമാരും പ്രാർത്ഥനയോടുകൂടി തന്നെയായിരുന്നു വരവേറ്റിരുന്നത്. വ്യത്യസ്തങ്ങളായുള്ള പ്രാർത്ഥനകൾ, നേരത്തെ പറഞ്ഞ പ്രാർത്ഥന വരെ നിറവേറ്റുമായിരുന്നു. അതോടൊപ്പം തന്നെ വേറെയും ചില പ്രാർത്ഥനകൾ അവർ നടത്തുമായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നത്, റമളാൻ സമാഗതമായാൽ റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്, മർഹബൻ ബിമുത്വഹിരിനാ മിനദ്ദുനൂബ്, പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന മാസമേ നിനക്ക് സ്വാഗതം എന്നായിരുന്നു. റമളാൻ അങ്ങനെയാണ്. റമളാൻ ആഗതമായാൽ ആത്മീയ ലോകത്ത് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം പ്രകടമാകുന്നു. വാനലോകത്ത് നിന്ന് രണ്ട് മാലാകമാർ വിളിച്ചു പറയുമെന്ന, യാ ബാഗിയൽ ഖൈറ അഖ്ബിൽ യാ ബാഗിയ ശർറ അഖ്സിർ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ നന്മകൾ ധാരാളം ചെയ്യാൻ മുന്നോട്ട് വാ. തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ തിന്മ നീ നിയന്ത്രിക്ക്, തിന്മ നീ ചെയ്യരുത്. നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ നന്മകൾ ധാരാളം നിർവഹിക്കാനായി മുന്നോട്ട് വാ എന്ന ആകാശത്തിൽ നിന്ന് രണ്ട് മാലാകമാർ റമളാൻ സമാഗതമായാൽ വിളിച്ചു പറയുമെന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ റമളാനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. കാന യുബശ്ശിറു അസ്ഹാബഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു റമളാൻ ആഗതമായാൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖദ് ജാഅകും റമളാൻ ഷഹ്റുൻ മുബാറകുൻ ഫറളല്ലാഹു അലൈക്കും സിയാമ ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ. ഇതാ റമളാൻ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു, അനുഗ്രഹീതമായ മാസം. ആ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ്. 1000 രാവുകളെക്കാൾ മഹത്വമേറിയ ഒരു രാവുള്ള മാസമാണ് ആ മാസം. ആ മാസത്തെ നിങ്ങൾ പാഴാക്കി കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് റമളാൻ സമാഗതമാവുന്നതിന്റെ മുന്നോടിയായി തന്നെ റമളാനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാവുന്നതാണ്. മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. രണ്ടാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും പരിപൂർണമായി അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിൽ ഒരാൾ രക്തസാക്ഷിയായി. അതിനുള്ള അവസരം അയാൾക്ക് ലഭിച്ചപ്പോ അയാൾ രക്തസാക്ഷിയായി. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രക്തസാക്ഷിയാവാനുള്ള അവസരമൊന്നും ലഭിച്ചില്ല. 1 വർഷം കഴിഞ്ഞിട്ടേ അയാൾ മരിച്ചുള്ളൂ. അയാളുടെ പായയിൽ കടന്ന് തന്നെയാണ് അയാൾ മരണപ്പെട്ടത്. എന്നാൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് കട്ടിലിൽ കടന്ന് പായയിൽ കടന്ന് മരണപ്പെട്ടയാളായിരുന്നു. ആ സ്വപ്നത്തെ സംബന്ധിച്ച് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലൈസ ഖദ് മഖത ഹാദാ ബഅദഹു സന, അയാൾക്ക് ശേഷം 1 കൊല്ലം കൂടി ഇയാൾ ജീവിച്ചില്ലേ? അയാൾ രക്തസാക്ഷിയായി, ശരിയാണ്, പക്ഷേ അയാൾക്ക് ശേഷം 1 കൊല്ലം കൂടി ഇയാൾ ജീവിച്ചില്ലേ? ആദ്യം ഇയാൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്നാമത് മരിച്ച ആൾക്ക് ശേഷം രണ്ടാമത് മരിച്ച ആൾ 1 കൊല്ലം കൂടി ജീവിച്ചില്ലേ? അയാൾ റമളാൻ പ്രാപിക്കുകയും റമളാനിൽ നോമ്പെടുക്കുകയും ചെയ്തില്ലേ? ഖാലൂബല, അവര് പറഞ്ഞു അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള 2 ആളുകൾ, 2 സ്വഹാബിമാരുണ്ടായിരുന്നു. അവരെ കുറിച്ച് തന്നെയാ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് സ്വഹാബിമാർക്കൊക്കെ അറിയാം. ആദ്യം ഒരാൾ മരിച്ചു, രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. പിന്നീട് മരിച്ചയാൾ അയാളുടെ കട്ടിലിൽ കടന്ന് തന്നെയാണ് മരിച്ചത് 1 കൊല്ലം കഴിഞ്ഞ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു താൻ കണ്ട ഒരു സ്വപ്നം പങ്കുവെക്കുകയാണ്. ആദ്യം മരിച്ചയാളല്ല, രണ്ടാമത് മരിച്ചയാളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. പിന്നീടാണ് രണ്ടാമത് മരിച്ചയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചത്. രണ്ടാമത് മരിച്ചയാളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. ആദ്യം മരിച്ചയാൾ പിന്നീടാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ആദ്യം മരിച്ചയാൾക്ക് ശേഷം 1 കൊല്ലം കൂടി ഈ മനുഷ്യൻ, ഈ സ്വഹാബി ജീവിച്ചിരുന്നില്ലേ? 1 റമളാൻ കൂടി ആ സ്വഹാബിക്ക് ലഭിച്ചില്ലേ? അതിന്റെ നേട്ടമാണത്. അതാണ് റമളാൻ. സഹോദരങ്ങളെ, സ്വഹീഹായ ഹദീസാണ്.
നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. അതാണ് റമദാന്റെ മഹത്വം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് ദീർഘായുസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ ആ ദീർഘായുസ്സിൽ ഏറ്റവും സജീവമായിട്ട് സുഹൃതങ്ങൾ ചെയ്യാനുള്ള അവസരം കൂടി ലഭിക്കുക എന്നുള്ളതാണ്. ദീർഘായുസ് മാത്രം ലഭിച്ചാൽ പോരാ, ആ ദീർഘായുസ്സിനെ പ്രയോജനപ്പെടുത്തി അതിൽ സുഹൃതങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളതാണ്. റബ്ബ് തആല അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അബൂബക്കർ നഫീ ഇബ്നുൽ ഹാരിത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, അയ്യുന്നാസി ഖൈറുൻ, ഏത് മനുഷ്യനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, ഏറ്റവും നല്ല മനുഷ്യൻ ഏത് മനുഷ്യനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ഒരു മനുഷ്യന് ദീർഘായുസ് ലഭിച്ചു, അതോടൊപ്പം തന്നെ അയാളുടെ സുഹൃതങ്ങൾ അയാൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാനുള്ള അവസരവും ലഭിച്ചു. ദീർഘായുസ് ലഭിച്ചു, കർമ്മങ്ങൾ നന്നാക്കാനുള്ള അവസരവും ഒരാൾക്ക് ലഭിച്ചു. ഈ മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അടുത്ത ചോദ്യം, ഫഅയ്യുന്നാസി ശർറുൻ, എന്നാൽ ഏത് മനുഷ്യനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ഒരു മനുഷ്യന് ദീർഘായുസ് ലഭിച്ചു, പക്ഷേ ആ ദീർഘായുസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അയാൾ ദുശ്ചെയ്തികളാണ്, തെറ്റായ കർമ്മങ്ങളാണ് ധാരാളമായിട്ട് ചെയ്തത്. അയാളാണ് ഏറ്റവും മോശമായ മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്ന ദീർഘായുസ് എന്ന് പറഞ്ഞാൽ അത് ആയിരക്കണക്കിന് വർഷമൊക്കെ ആയിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലം, ആദം നബി അലൈഹി ഇസ്ലാം മുതലുള്ള ആ കാലം, ആ ഒരു ആദ്യകാലത്തുള്ള പ്രവാചകന്മാരുടെ ജനതയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ വലിയ ആയുസ്സായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ അവർ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ആയുസ് അങ്ങനെയല്ലല്ലോ. നമ്മൾ കാണുന്നുണ്ടല്ലോ, 100 വയസ്സ്, 100ന്റെ മീതെയൊക്കെ പോകുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതിന്റെ ചുവടെയാണ് അധിക ആളുകളും എന്നുള്ളതാണ്. ആയുസ് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് കുറഞ്ഞ ആയുസ്സിൽ കൂടുതൽ പ്രതിഫലം നേടുന്നവരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മാറണം. അതാണ് അള്ളാഹുവിനെ ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിനെ ഉമ്മത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് റമളാൻ പോലുള്ള അവസരങ്ങൾ. റമളാൻ പോലുള്ള അവസരങ്ങളിൽ സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു നന്മയുടെ പ്രതിഫലമല്ല അതിന് ലഭിക്കുന്നത്. ധാരാളം ഇരട്ടിയായി അള്ളാഹു വാരിക്കോരി നൽകുകയാണ്. എന്തിനാണ്? ദീർഘായുസ്സിൽ ആളുകൾ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന നന്മകൾ ഈ ഹ്രസ്വമായ ആയുഷ്കാലത്ത് വിശ്വാസികൾക്ക് ചെയ്തതിന്റെ പ്രതിഫലം നേടാൻ റബ്ബ് തആല റബ്ബിന്റെ നമ്മോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് പാരിതോഷികമായിട്ട് നൽകുന്ന അവസരമാണ്. ഈ അനുഗ്രഹത്തെ ഒരിക്കലും തന്നെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല, നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടില്ല. ആ റമളാൻ അതിൽ ഒരു സുന്നത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു നിർബന്ധം നിർവഹിച്ചതുപോലെയുള്ള പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ട ചില വചനങ്ങൾ അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാഹു. ആരെങ്കിലും ഐച്ഛികമായ കാര്യം ഈ റമളാനിൽ നിർവഹിച്ചാൽ റമളാൻ അല്ലാത്ത കാലയളവിൽ ഒരു നിർബന്ധ കർമ്മം നിർവഹിച്ചതുപോലെയുള്ള പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. വമൻ അദ്ദാ ഫീഹി ഫരീളതൻ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാഹു. ഒരു നിർബന്ധ കർമ്മം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ 70 നിർബന്ധ കർമ്മങ്ങൾ നിർവഹിച്ചതുപോലെയുള്ള പ്രതിഫലമാണ്. ഒരു നിർബന്ധ കർമ്മത്തിന് 70 നിർബന്ധ കർമ്മങ്ങളുടെ പ്രതിഫലമാണ്. ഒരു സുന്നത്തായ കർമ്മം നിർവഹിച്ചാൽ ഒരു നിർബന്ധ കർമ്മത്തിന്റെ പ്രതിഫലമാണ്. അതാണ് റമളാനും റമളാനല്ലാത്ത മാസങ്ങളും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്. ഈ മാറ്റത്തെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കോ? നാളെ മീസാനിലല്ലേ അത് കാണാൻ പോകുന്നത്? നാളെ പരലോകത്തെ തുലാസിൽ, നന്മതിന്മകളുടെ തുലാസിലല്ലേ ഈ മാറ്റം പ്രതിഫലിക്കാൻ പോകുന്നത്? അത് നിസ്സാരമായിട്ട് വിശ്വാസികൾക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന കാര്യമല്ല. അനുഗ്രഹീതമായ ഒട്ടേറെ വലിയ വലിയ അവസരങ്ങൾ അതാണ് റമളാൻ. വലിയ ചരിത്രമുള്ള മാസം അതാണ് റമളാൻ.
ഖുർആൻ അവതീർണമായ മാസം, അതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ അവതീർണമായ മാസമാണ്. ജനങ്ങൾക്ക് സന്മാർഗമായി സത്യാസത്യ വിവേചന ഗ്രന്ഥമായി ഖുർആൻ അവതീർണമായ മാസം. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ആ മാസത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായും വ്രതമനുഷ്ഠിച്ചു കൊള്ളട്ടെ, നോമ്പെടുത്തുകൊള്ളട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അവതീർണമായ മാസം അത് റമദാനിലാണ്. ഖുർആൻ മാത്രമല്ല പഠിക്കണം നമ്മൾ, ഖുർആൻ മാത്രമല്ല ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അവതീർണമായത് വിശുദ്ധ റമദാനിലാണ്. മിക്ക വേദഗ്രന്ഥങ്ങളും അവതീർണമായത് വിശുദ്ധ റമദാനിലാണെന്ന് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉൻസിലത് സുഹ്ഫു ഇബ്രാഹിം അവ്വല ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് പേജുകൾ ലഭിച്ചത് റമദാന്റെ ആദ്യത്തെ രാവിലായിരുന്നു. വഉൻസിലത്തി തൗറാത്തു ലിസിത്തിൻ മലത്തിൻ മിൻ റമദാൻ. റമദാനിലെ 6ാമത്തെ രാവ് കഴിഞ്ഞാണ് തൗറാത്ത് ലഭിച്ചത്. മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് തൗറാത്ത്, പഴയ നിയമം എന്ന് പറയുന്ന ഈ തൗറാത്ത് ലഭിച്ചത്, മൂസാ നബിക്ക് തൗറാത്ത് ലഭിച്ചത് റമദാനിലെ 6ാമത്തെ രാവ് കഴിഞ്ഞായിരുന്നു. വഉൻസിലൽ ഇൻജീലു ബി13 മലത്തിൻ മിൻ റമദാൻ. റമദാനിലെ 13ാമത്തെ രാവ് കഴിഞ്ഞായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് ഇൻജീൽ ലഭിച്ചത്. ഈസാ നബിക്ക് ഇൻജീൽ ലഭിച്ചത് അലൈഹിസ്സലാം റമദാനിലെ 13ാമത്തെ രാവ് കഴിഞ്ഞായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് തൗറാത്ത് ലഭിച്ചത് റമദാനിലെ 6ാമത്തെ രാവ് കഴിഞ്ഞായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ഏടുകൾ ലഭിച്ചത് റമദാനിലെ ആദ്യത്തെ രാവിലായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് സബൂർ ലഭിച്ചത് റമദാനിലെ 18ാമത്തെ രാവ് കഴിഞ്ഞായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ നിന്നുള്ള ആദ്യത്തെ വചനങ്ങൾ അവതീർണമായത് റമദാനിലെ 24ാമത്തെ രാവ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. മിക്ക വേദഗ്രന്ഥങ്ങളും അവതീർണമായത് റമദാനിലായിരുന്നു. അതാണ് റമദാന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ സവിശേഷത എന്ന് പറയുന്നത്. ചരിത്രത്തിലെ നിർണായകമായ സത്യാസത്യ വിവേചന പോരാട്ടമായ ബദർ നടന്നത് റമദാനിലായിരുന്നു. ഉഹദ് യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കിയത് റമദാനിലായിരുന്നു. ഖന്തഖ് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയത് റമദാനിലായിരുന്നു. സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചത് റമദാനിലായിരുന്നു. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കം നടന്നതും റമദാനിലായിരുന്നു. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ റമദാന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. റമദാന്റെ ഏറ്റവും സുപ്രധാനമായ സുഹൃതം, ഏറ്റവും ഉത്കൃഷ്ടമായ റമദാനിലെ അമൽ എന്ന് പറയുന്ന നോമ്പാണ് ഏറ്റവും ഉത്കൃഷ്ടമായ റമദാനിലെ അമൽ, നിർബന്ധ നോമ്പ്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. നിങ്ങളിൽ ആരെങ്കിലും ആരോഗ്യത്തോടുകൂടി ഈ റമദാനിൽ ഹാജറുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായും നോമ്പെടുത്തേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അതല്ലെങ്കിൽ ഈ ഉമ്മത്തിന് നോമ്പ് നിർബന്ധമാക്കിയത് ഹിജ്റ 2ാം വർഷമാണ്. ഹിജ്റ 2ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനുകളിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം. 9 റമദാനുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ധാരാളം പ്രത്യേകതകൾ ഈ ഭൗതിക ലോകത്ത് മാത്രമല്ല അഭൗതിക ലോകത്തും ദൃശ്യമാകും. റമദാൻ സമാഗതമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തിശ് ശയാത്തീൻ. റമദാൻ സമാഗതമായാൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു, പിശാചുക്കൾക്ക് ചങ്ങല വീഴുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ദുർബലമല്ല നിവേദനം, സ്വഹീഹാണ്. റമദാൻ സമാഗതമായാൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുക്കൾക്ക് ബന്ധനം വീഴുകയും ചെയ്യും, ചങ്ങല വീഴുകയും ചെയ്യും. അതാണ് റമദാൻ. ആ റമദാനിലെ നോമ്പിനോളം സവിശേഷമായ ഒരു അമലുമില്ല.
നമസ്കാരമാണ് മുൻഗണനാക്രമം അനുസരിച്ച് ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ സുഹൃതം എന്ന് പറയുന്നത്. പക്ഷേ നോമ്പ് നിരവധി സവിശേഷതകൾ കൊണ്ട് പ്രത്യേകമായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ മുർനി ബി അംരി യൻഫഉനി, പ്രവാചകരെ എനിക്കേറെ പ്രയോജനപ്രദമായ ഒരു കാര്യം എന്നോട് കൽപ്പിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവാണ് ഈ ചോദ്യം ചോദിക്കുന്ന ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സിയാം, നീ നോമ്പെടുക്ക് അബൂ ഉമാമ, ഫഇന്നഹു ലാ മിസ്ല ലഹു, കാരണം നോമ്പിന് തുല്യമായിട്ടുള്ള ഒരു അമലുമില്ല, നോമ്പിന് തത്തുല്യമായി എടുത്തു കാണിക്കാവുന്ന യാതൊരു സുഹൃതവുമില്ല. നോമ്പിന്റെ പ്രത്യേകത എന്താണ്? നോമ്പിനെ ഇങ്ങനെ സവിശേഷമായ അമൽ എന്ന് പറയാൻ കാരണം എന്താ? നിസ്കാരം അതുപോലെയുള്ള ബാക്കിയുള്ള ഇബാദത്തുകളിൽ നിന്ന് നോമ്പിനെ വേർതിരിക്കുന്ന കാര്യം എന്താണ്? അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. പക്ഷേ നോമ്പ് സവിശേഷമാണ്, പ്രത്യേകമാണ്. നോമ്പുകാരൻ പ്രത്യേകമായിട്ട് ആദരിക്കപ്പെടുന്നവനാണ്. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗ്ഗത്തിനൊരു കവാടമുണ്ട്, റയ്യാൻ എന്നാണ് ആ കവാടത്തിന്റെ പേര്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അല്ലെങ്കിലും സംഭവമല്ലെങ്കിലും സഹൽ ഇബ്നു സഈദി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെടുന്നത്. പ്രവാചകൻ പറഞ്ഞതാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ റയ്യാൻ കവാടവുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഏറെ പ്രധാനമാണ്. എന്താണ് സഹൽ ഇബ്നു സഈദി റളിയല്ലാഹു അൻഹു പറയുന്നത്? ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ, ഇന്ന ഫിൽ ജന്നതി, നിശ്ചയം സ്വർഗ്ഗത്തിലുണ്ട്, ബാബൻ ഒരു കവാടമുണ്ട്, യുഖാലു ലഹു റയ്യാൻ, റയ്യാൻ എന്നാണ് ആ കവാടത്തിന്റെ പേര്. സഹൽ ഇബ്നു സഈദി റളിയല്ലാഹു അൻഹു പറയാൻ, സ്വർഗ്ഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. യുദ്ആ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആ കവാടത്തിലൂടെ വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും. യുഖാലു ഐന സ്വായിമൂൻ, ആ കവാടത്തിൽ നിന്ന് വിളിക്കപ്പെടുന്ന എവിടെയാണ് നോമ്പുകാർ, എവിടെയാണ് നോമ്പുകാർ എന്നാണ്. നോമ്പുകാരെ വിളിക്കുകയാണ്. ഫമൻ കാന മിനസ് സ്വായിമീന ദഖലഹു വമൻ ദഖലഹു ലം യളുമ അബദാ, ഫമൻ കാന മിനസ് സ്വായിമീന ദഖലഹു, ആരെങ്കിലും നോമ്പുകാരിൽ അകപ്പെട്ടു പോയാൽ അയാൾ ആ കവാടത്തിലൂടെയാണ് സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. വമൻ ദഖലഹു ലം യളുമ അബദാ, അങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാലോ അയാൾക്ക് ഒരിക്കലും തന്നെ ദാഹിക്കുകയില്ല എന്നുള്ളതാണ്, ഒരിക്കലും ദാഹിക്കുകയില്ല. റയ്യാൻ കവാടത്തിലൂടെ വിളിക്കപ്പെടുകയാണ് നോമ്പുകാരൻ. നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നവരാണ്. റബ്ബ് തആല റയ്യാൻ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കയറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാൻ ആ പദം തന്നെ, അതിൽ തന്നെ എല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം തന്നെ പ്രധാനമാണ്. ആ പദത്തിന്റെ തർജ്ജമ, അതിന്റെ പരിഭാഷ തന്നെ പ്രസക്തമാണ്. റമളാൻ കരിച്ചു കളയുന്നത് എന്നാണ്, പാപങ്ങൾ കരിച്ചു കളയുന്ന മാസമാണ്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ നോമ്പെടുത്താൽ അയാൾക്ക് സംഭവിച്ചു പോയ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും. ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ കൂടി രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അയാൾക്കും സംഭവിച്ച സ്ഖലിതങ്ങളെല്ലാം പുറത്തു കൊടുക്കും. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ, റമളാനിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അയാൾക്ക് സംഭവിച്ചതെല്ലാം പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിൽ ആരെങ്കിലും രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അയാൾക്കും സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ്. റമളാനിലൂടെ, ആ റമളാനിലെ സിയാമിലൂടെ, ആ റമളാനിലെ ഖിയാമുൽ ലൈലിലൂടെ, ലൈലത്തുൽ ഖദ്റിലെ ആരാധനകളിലൂടെ പാപമോചനം നേടിയെടുക്കുന്നവരിൽ റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓരോ നോമ്പും മനുഷ്യനെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഓരോ നോമ്പും അകറ്റുന്നുണ്ട്, നാഴികകൾ നരകത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമ ഒരു ദിവസം ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ, 70 നാഴികകൾ അകലമാക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് 70 നാഴികകൾ അയാൾ അകന്നു പോവുകയാണ്. ഒരു നോമ്പിലൂടെ നരകത്തിൽ നിന്ന്
70 നാഴികകൾ വഴിദൂരം അകന്നു പോകുന്നു. അതാണ് നരകത്തിൽ നിന്ന് അകറ്റുന്ന സുഹൃതമാണ്. വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ ഹത്താ യൻഖളി റമളാൻ. റമളാൻ അവസാനിക്കുന്നത് വരെ റമളാന്റെ ഓരോ രാത്രികളിലും അല്ലാഹു തആല ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ നരകമോചനം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, നരകമോചനം നേടിയെടുക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പ്രതിഫലമാണ് അല്ലാഹു ഓരോ കർമ്മങ്ങൾക്കും നൽകുന്നത്. നോമ്പിന് സവിശേഷതയുണ്ടെന്ന് നാം നേരത്തെ പറഞ്ഞു. ആ സവിശേഷതകൾ ഉള്ളത് കൊണ്ട് നോമ്പിന് പ്രത്യേകമായ പരിഗണനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കുല്ലു അമലി ഇബ്നു ആദം യുളാഅഖുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ളഅഫിൻ. മനുഷ്യന്റെ ഓരോ കർമ്മങ്ങൾക്കും അല്ലാഹു തആല കൂടുതൽ പ്രതിഫലം നൽകും. ഇരട്ടി പ്രതിഫലങ്ങൾ നൽകുകയാണ്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയുള്ള പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. കുട്ടികൾക്ക് മാർക്കിടുമ്പോൾ ഉദാരമായിട്ട് മാർക്കിടുന്ന അധ്യാപകരെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ അല്ലാഹു മനുഷ്യന്റെ സുഹൃതങ്ങൾക്ക് ഉദാരമായിട്ടാണ് മാർക്കിടുന്നത്. അത് 10 മുതൽ 700 വരെ ഇരട്ടിയായിട്ടാണ് മനുഷ്യന്റെ സുഹൃതങ്ങൾക്ക്. റമളാനിൽ മാത്രം ചെയ്യുന്ന സുഹൃതങ്ങൾക്കല്ല, മനുഷ്യന്റെ സുഹൃതങ്ങൾക്ക് ഉദാരമായിട്ടാണ്. റബ്ബ് ഉദാരനാണല്ലോ, ആ റബ്ബ് ഉദാരനായിട്ടാണ് അമലുകൾക്ക് പ്രതിഫലം നൽകുന്നത് എന്നുള്ളതാണ്. എന്നാൽ നോമ്പിന് അതിനേക്കാൾ വലിയ പ്രതിഫലമാണ്. 10 മുതൽ 700 ഇരട്ടി വരെ എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇല്ല സൗമ, നോമ്പൊഴികെ ഫഇന്നഹു ലീ വഅന അജ്സീ ബി, നിശ്ചയം നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രത്യേകമായ പ്രതിഫലമാണ്. പ്രത്യേകമായ പ്രതിഫലം. എന്താ നോമ്പിന് അങ്ങനെ പ്രത്യേകമായ പ്രതിഫലം നൽകാൻ കാരണം? എന്താ നോമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? സിർറുൻ ബൈനൽ അബ്ദി വ റബ്ബി, അടിമയുടെയും അവന്റെ രക്ഷിതാവിന്റെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പെന്ന് പറയുന്നത്. എനിക്ക് നോമ്പുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത്, ആത്യന്തികമായി അറിയുന്ന പടച്ചവനാണ്. അതോടൊപ്പം എനിക്കും റബ്ബിനും മാത്രമേ അത് പറയാൻ കഴിയൂ, അത് നിർണ്ണയിക്കാൻ കഴിയൂ. എന്റെ ഭാര്യ സന്താനങ്ങൾ പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നോമ്പുകാരനാവാനാണ്? പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങളെങ്ങനെ ചെയ്യുന്നില്ല. കാരണം സിർറുൻ ബൈനൽ അബ്ദി വ റബ്ബി, അടിമയുടെയും രക്ഷിതാവിന്റെയും ഇടയിലുള്ള രഹസ്യമാണ്. ആ രഹസ്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല സഹോദരങ്ങളെ. ആരും കാണുന്നില്ലെങ്കിലും രാജാതിരാജനായ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് നോമ്പെടുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതാണ് നോമ്പെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഖുത്ബ നിർവഹിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, അത് കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുന്നു. അതൊക്കെ നമ്മളെല്ലാവരും കാണുകയാണ്. അതൊക്കെ അമലുകളാണ്, സുഹൃതങ്ങളാണ്. ആ അമലുകളെല്ലാം എല്ലാവരും കാണുകയാണ്. ദാനധർമ്മം ചെയ്യുമ്പോഴും ആർക്കാണോ ദാനം ചെയ്യുന്നത് ചുരുങ്ങിയത് അയാളെങ്കിലും അത് അറിയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. പക്ഷേ നോമ്പങ്ങനെയല്ല. ഒരാൾ നോമ്പുകാരനാണോ എന്ന് ആത്യന്തികമായി പറയാൻ സാധിക്കുക അയാൾക്കും അയാളുടെ രക്ഷിതാവിനും മാത്രമാണ്. അയാൾക്കും രക്ഷിതാവിനും ഇടയിലെ രഹസ്യമാണ് നോമ്പെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതാണ് നോമ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഈ നോമ്പിലൂടെ ധാരാളം നന്മകളാണ് മനുഷ്യൻ ആർജിക്കുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. ആത്യന്തികമായി ഉണ്ടാവേണ്ടത് തഖ്വയാണ്. എന്താ തഖ്വ എന്ന് പറഞ്ഞാല്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാന്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുന്നിടത്തും അള്ളാഹ് നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നിടത്തുമുള്ള ജാഗ്രതയാണ് തഖ്വ എന്ന് പറയുന്നത്. എന്താണ് നോമ്പെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം? റബ്ബ് തആല എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് നോമ്പ് മുറിയുന്ന ഒരു പ്രവൃത്തിയിലും ഞാൻ ഏർപ്പെടാതെ പോയത്, റമളാനിൽ ഞാനത് ചെയ്യാതെ പോയത്. റബ്ബ് എല്ലാം കാണുന്നു എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അതാണ് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ് വിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ നിങ്ങൾക്കും നിയമമാക്കിയത്. തഖ്വയാണ് ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ നോമ്പ് മുറിക്കുന്നില്ല, നോമ്പ് മുറിയുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല. കാരണം അതാരും കാണുന്നില്ലെങ്കിലും രാജാതിരാജനായി റബ്ബ് കാണുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയിലെ കൂരിരുട്ടിൽ ആരും കാണുന്നില്ലെങ്കിലും ഞാൻ തിന്ന
ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആരും കാണുന്നില്ലെങ്കിലും രാജാതിരാജനായ റബ്ബ് കാണുന്നുണ്ട്. ഇതാണ് നോമ്പ് മനുഷ്യന് ഉണ്ടാക്കുന്ന തഖ്വ എന്ന് പറയുന്നത്. നിഷിദ്ധങ്ങൾ ഭുജിക്കാനുള്ള, ആഹരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എന്റെ മുമ്പിലുണ്ട്. നിഷിദ്ധമായ വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള നിരവധി മാർഗങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ആരും അതറിയില്ല, കാണില്ലെന്ന് വന്നാൽ പോലും ഞാനത് ചെയ്യില്ല. എന്റെ മനസ്സിൽ തഖ്വയുണ്ടെങ്കിൽ. കാരണം ആരും കാണുന്നില്ലെങ്കിലും രാജാതിരാജനായ റബ്ബ് കാണുന്നുണ്ട്. ആ തഖ്വ എവിടെയാണ്? അത് നമ്മുടെ ഹാവഭാവങ്ങളിലല്ല. ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ കർമ്മങ്ങളിലേക്കോ നിങ്ങളുടെ ഹാവഭാവങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്, നമ്മുടെ ഹൃദയങ്ങളിലാണ് തഖ്വയുള്ളത്. ആ തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ് നോമ്പെന്ന് പറയുന്നത്. രണ്ടാമതായി ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പ്. നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനമാണ് നോമ്പ്. മൂന്നാമതായി, നാലാമതായി തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നേർവഴിയിൽ നിൽക്കാൻ പര്യാപ്തമാക്കുന്നതാണ് നോമ്പ്. അതുപോലെ തന്നെ പാപമോചനം സമ്മാനിക്കുന്നതാണ് നോമ്പ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ പരാമർശിച്ചു. പൈശാചികമായ ദുർബോധനത്തിൽ നിന്ന് മുക്തമാവാൻ വിശ്വാസിയെ പര്യാപ്തമാക്കുന്നതാണ് നോമ്പ്. വിശപ്പും ദാഹവും അനുഭവിക്കുക വഴി ദരിദ്രന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ വിശ്വാസിയെ പര്യാപ്തമാക്കുന്നതാണ് നോമ്പെന്ന് പറയുന്നത്. ദരിദ്രന്റെ, പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ നമുക്കറിയാമല്ലോ. നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫലസ്തീൻ മക്കളുടെ അവസ്ഥ എന്താണ്? അവിടെ അവർക്ക് ആഹരിക്കാൻ വേണ്ടി ഒന്നുമില്ല. ആഹരിക്കാൻ വേണ്ടി കുഞ്ഞുമക്കൾ ക്യൂ നിൽക്കുമ്പോ അവർക്കിടയിലേക്ക് ബോംബെറിയുന്ന ഇസ്രയേലിന്റെ ക്രൂരതയെ സംബന്ധിച്ച് പറഞ്ഞു. പാവപ്പെട്ടവരിലേക്ക് നമ്മുടെ മനസ്സ് തിരിയേണ്ടുന്ന കാലമാണ് റമദാൻ കാലം എന്ന് പറയുന്നത്. ഫലസ്തീനിൽ മാത്രമല്ല, ലോകത്തിന്റെ മുക്കുമൂലകളിൽ, ഒരുപക്ഷേ നമ്മുടെ അയൽ പ്രദേശങ്ങളിലടക്കം ദരിദ്ര ജനകോടികൾ ഉണ്ടായേക്കും. അവരിലേക്ക് മനസ്സുകൾ അലിയേണ്ടുന്ന കാലമാണ് നോമ്പ് കാലം എന്ന് പറയുന്നത്. വിശപ്പിന്റെ രുചി മനസ്സിലാക്കാൻ, വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ വിശ്വാസിയെ പരിശീലിപ്പിക്കുക കൂടിയാണ് നോമ്പ്. അതാണ് മഹാന്മാരായ ചില ആളുകൾ പറയും, നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോ, എന്തിനാണ് റമദാനിൽ ഇങ്ങനെ നോമ്പ് നിർബന്ധമാക്കിയത്? ലിയദൂഖൽ ഗനിയ്യ തുഅമൽ ജൂഇ. വിശപ്പിന്റെ രുചി സമ്പന്നനെ രുചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വിശപ്പിന്റെ കാഠിന്യം എന്താണെന്ന് സമ്പന്നനായ ആളെ കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഹത്താ ലാ യൻസൽ ഫഖീർ. അവർ ദരിദ്രരെ, പാവപ്പെട്ടവരെ, പാവങ്ങളായ ജനകോടികൾ അവർ അവഗണിക്കാൻ പാടില്ല. അതിനുവേണ്ടി വിശപ്പിന്റെ കാഠിന്യം പാവപ്പെട്ടവർ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ്. ക്ഷമ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പ്. ഷഹ്റുൽ മുവാസാത്താണ്, ഷഹ്റുസ് സ്വബറാണ്, ക്ഷമയുടെ മാസമാണ്. വഹുവ ഷഹ്റുസ് സ്വബർ വസ്സബറു സവാബുൽ ജന്ന. ക്ഷമയുടെ മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ക്ഷമയെന്ന് പറയുമ്പോ അതിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. അതുപോലെ നോമ്പിലൂടെ നമുക്ക് ചില ഉപകാര്യങ്ങൾ കൂടി, ചില ഭൗതികമായ ചില കാര്യങ്ങൾ കൂടി നേടാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് ആത്യന്തികമായ നോമ്പിന്റെ ലക്ഷ്യമല്ല. പക്ഷെ അതുകൂടി നോമ്പിലൂടെ സാധ്യമാവുന്നുണ്ട്. അത് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സൂമൂ തസിഹു. നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ ആരോഗ്യം നേടുക എന്നുള്ളതാണ്. ലണ്ടനിൽ നടന്നൊരു പഠനം ഇപ്രകാരമാണ്. ഒരു കൂട്ടം വെള്ള എലികൾക്ക് വയറു നിറയെ ഭക്ഷണം നൽകി. മറ്റൊരു ഗ്രൂപ്പിന് അല്പം മാത്രം ഭക്ഷണം. കുറച്ച് എലികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിന് വയറു നിറയെ ഭക്ഷണം നൽകി, വേറൊരു ഗ്രൂപ്പിന് അല്പം മാത്രം ഭക്ഷണം നൽകി. മിതമായ രീതിയിൽ ഭക്ഷണം നൽകി. എന്നാൽ വയറു നിറയെ ഭക്ഷണം കഴിച്ച എലികളെക്കാൾ മിതഭക്ഷണം കഴിച്ച എലികൾ 40% കൂടുതൽ ആയുസ് ജീവിച്ചു എന്നാണ്. കൂടുതൽ ആയുസ് ലഭിച്ചത് മിതമായ ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ്. അതാ ഖുർആൻ പറയുന്നത്, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, നിങ്ങൾ അമിതമാവാൻ പാടില്ല. മിതമായിരിക്കണം മനുഷ്യന്റെ അന്നപാനീയങ്ങൾ എന്ന് പറയുന്ന ഒരാരാധന കൂടിയാണ് നോമ്പെന്ന് പറയുന്നത്. ആ രീതിയിൽ നോമ്പിനെ മനസ്സിലാക്കാൻ, ആ രീതിയിൽ റമദാനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാവണം. റമദാൻ എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ഭക്ഷണത്തിന്റെ ഒരു ആഘോഷമായിട്ട് മാറാറുണ്ട്. അങ്ങനെ മാറാൻ പാടില്ല. അത് ഉപവാസമാണ്. അവിടെ സാധ്യമാവേണ്ടത് കൂടുതൽ പട്ടിണി കിടക്കുക
എന്ന ആശയം തന്നെയാണ്. കൂടുതൽ കഴിക്കുക എന്നത് മാറണം. അവിടെയാണ് ആളുകൾ നിൽക്കുന്നതെങ്കിൽ കൂടുതൽ കഴിക്കുക എന്നത് മാറി. എങ്ങനെയാ കൂടുതൽ കഴിക്കുന്നത്? നോമ്പ് തുറക്കുമ്പോഴും പിന്നെ ഈ പറയുന്ന അത്താഴം വരേക്കുള്ള സമയം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവം ചിലരെങ്കിലും അവർക്ക് നോമ്പിന്റെ ആരോഗ്യ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഉപവാസത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്ന് വിദഗ്ധന്മാരായ പഴയ വൈദ്യശാസ്ത്രജ്ഞർ തന്നെ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. BC 5-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു ഹിപ്പോക്രാറ്റ്സ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന ആളുകളോട് നോമ്പെടുക്കാൻ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണല്ലോ എല്ലാ മതങ്ങളിലും ഉപവാസം ഏതെങ്കിലും ഒരു തലത്തിലുണ്ടല്ലോ. എല്ലാ മതങ്ങളിലും എല്ലാ ആത്മീയ ദർശനങ്ങളിലും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഏതോ ഒരു ലെവലിൽ ഉപവാസമുണ്ട് എന്നുള്ളതാണ്. ഉപവാസത്തിന് ഒരുപാട് ആത്മീയ ഗുണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. പക്ഷേ അതിന്റെ ആത്മീയ ഗുണത്തെയാണ് വിശ്വാസി ലക്ഷ്യം വെക്കേണ്ടത്. വിശ്വാസിയുടെ ലക്ഷ്യം തഖ്വയാവണം. അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം തഖ്വയാവണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യോഗ്യമാവുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. ആ ചൈതന്യത്തോടുകൂടി നിർവഹിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റമദാനെ ചൈതന്യത്തോടുകൂടി വരവേൽക്കുക എന്നുള്ളതാണ്. വസ്സുയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്. ആരെങ്കിലും ഒരാൾ ചീത്ത വിളിക്കുകയാണ്, നോമ്പ് കാലത്ത് ചീത്ത വിളിക്കുകയാണ്, അതല്ലെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ആത്മസംയമനം പാലിക്കട്ടെ എന്നാണ്. അങ്ങോട്ട് മറുപടി പറയാൻ നിൽക്കണ്ട, അങ്ങോട്ടും ആക്രമിക്കാൻ നിൽക്കണ്ട. ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ ആത്മസംയമനം പാലിക്കട്ടെ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാ സുംത ഫല്ലസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മആസിം. ഇദാ സുംത, നീ നോമ്പുകാരനായാൽ, ഫല്ലസും സമഉക വബസറുക വലിസാനുക, നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ നാവും നിന്റെ എല്ലാ അവയവങ്ങളും നോമ്പുകാരാവണം. വയറിന് മാത്രം നോമ്പുണ്ടായാൽ പോരാ, പട്ടിണി കിടന്നാൽ മാത്രം പോരാ. നീ നോമ്പുകാരനായാൽ നിന്റെ കണ്ണും കാതും നാവും എല്ലാം നോമ്പുകാരാവണം. അനിൽ കദിബി വൽ മആസിം, കളവിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന്. ഫല്ലദ അദൽ ഖാദിം, പരിചാരകനെ ഉപദ്രവിക്കുന്നതിൽ വിട്ടു നിൽക്കണം. വേലക്കാരുണ്ടാവും വീട്ടിൽ, ആ വേലക്കാർക്കൊക്കെ കൂടുതൽ ഔദാര്യം ലഭിക്കേണ്ടുന്ന, കൂടുതൽ സ്നേഹം ലഭിക്കേണ്ടുന്ന, വിട്ടുവീഴ്ചകളും മാപ്പും ലഭിക്കേണ്ടുന്ന കാലമാണ്. അവരെ ഉപദ്രവിക്കാൻ പാടില്ല. റമളാൻ അല്ലാത്ത കാലത്ത് അത് പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെയും പാടില്ല. പക്ഷേ റമളാനിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടുന്ന കാലമാണ്. മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാർക്ക് വിട്ടുവീഴ്ച നൽകേണ്ടുന്ന കാലമാണ്. അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ബോസ് ഓഫീസിലെ സ്റ്റാഫിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതൊന്നും റമളാൻ അല്ലാത്ത കാലത്തും പാടില്ല. പക്ഷേ അത്തരം ആത്മസംയമനങ്ങൾക്കുള്ള കൃത്യമായ പരിശീലന കാലമാണ് റമളാൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ റമളാനെ പ്രയോജനപ്പെടുത്തണം. വലാ തജഅൽ യൗമ ഫിത്രിക വസിയാമിക സവാ, നിന്റെ നോമ്പുള്ള കാലവും നോമ്പില്ലാത്ത കാലവും, നിന്റെ റമളാനും റമളാൻ അല്ലാത്ത കാലവും ഒരുപോലെയാവാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, റമളാനായി കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നുണ്ട്, അത് കഴിച്ച ബാക്കിയൊന്നുമില്ല. നിസ്കരിക്കുക പോലും ചെയ്യാതെ പട്ടിണി കിടക്കുന്ന ചില ആൾക്കാരെ കാണാം. അവർക്ക് നോമ്പുണ്ട്, പക്ഷെ അവർ നിസ്കരിക്കുന്നില്ല. ജുമാ നമസ്കാരത്തിന് പോലും വരാതെ നോമ്പെടുക്കുന്ന ആളെ എനിക്കറിയാം, കേട്ടിട്ടുണ്ട് ഞാൻ. ജുമാക്ക് പോലും വരുന്നില്ല, നോമ്പെടുക്കാന്ന് പറഞ്ഞാൽ അയാൾ പട്ടിണി കിടക്കുന്നുണ്ട് വീട്ടുകാരുടെ കൂടെ. അങ്ങനെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല, അങ്ങനെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. ചൈതന്യവത്താക്കണം നമ്മുടെ നോമ്പ്. ഇബാദാത്തുകളുടെ കൂടെയാവണം നമ്മുടെ നോമ്പ്, നമസ്കാരത്തിന്റെ കൂടെയാവണം നമ്മുടെ നോമ്പ്, ആത്മസംയമനത്തിന്റെ കൂടെയാവണം നമ്മുടെ നോമ്പെന്ന് പറയുന്നത്. കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന കാലമാണ് റമളാൻ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു. വകാന അജ്വദ മാ യകൂന ഫീ റമളാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഉദാരനായിരുന്ന റമളാനിലായിരുന്നു. ആ റമളാനിൽ ജിബ്രീലുമായിട്ട് സംഗമിക്കുന്ന കാലം. ഹീന യൽഖാഹു ജിബ്രീൽ ഫയുദാരിസുൽ ഖുർആൻ, ജിബ്രീലുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഗമിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അതുവരെ ഇറങ്ങിയ ഭാഗങ്ങൾ ഒരു റമളാനിൽ മുഴുവനായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ ഓതി കേൾപ്പിക്കുന്ന ആ രാവുകളായിരുന്നു റമളാന്റെ രാവുകൾ എന്ന് പറയുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഖുർആനുമായി സഹവസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടിയ രാവുകളായിരുന്നു റമളാന്റെ രാവുകളെങ്കിൽ
റമദാന്റെ പകലുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഔദാര്യത്തിന്റെ ദാനധർമ്മങ്ങളുടെ പകലുകളായിരുന്നു. ജനങ്ങളിൽ ഏറ്റവും അധികം ഉദാരനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ആരെങ്കിലും ഹദിയായിട്ട് വല്ലതും കൊണ്ടുപോയി കൊടുത്താൽ പ്രവാചകന്റെ കയ്യിൽ അത് നിൽക്കുന്നില്ല, അത് വേറൊരു കയ്യിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണ് പ്രവാചകന്റെ ഔദാര്യം, പ്രവാചകന്റെ ദാനധർമ്മ മനസ്ഥിതി എന്ന് പറയുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഔദാര്യവാനായിരുന്ന, ഏറ്റവും അധികം ദാനം ചെയ്തിരുന്ന മാസമായിരുന്നു റമദാൻ മാസം. ആ രീതിയിൽ ദാനധർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട്, ദിക്ർ ഇബാദാത്തുകളിൽ മുഴുകിക്കൊണ്ട്, ഖിയാമിലും സിയാമിലും തിലാവത്തുൽ ഖുർആനിലും മുഴുകിക്കൊണ്ട് തന്നെ റമദാനെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കമ്മിൻ സിയാമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വ കമ്മിൻ ഖിയാമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പ് അവർക്ക് വിശപ്പ് മാത്രമാണ് സമ്മാനിച്ചത്. എത്ര രാത്രി നമസ്കാരക്കാരാണ്, ഉറക്കമൊഴിച്ചു എന്നല്ലാതെ ഒരു കാര്യമില്ല. അങ്ങനെയാവാൻ പാടില്ല. നമ്മുടെ ഇബാദാത്തുകളിലൂടെ ആ ഇബാദാത്തുകളുടെ ചൈതന്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ചൈതന്യത്തിലൂടെ നല്ല മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അയ്യദഅ തആമഹു വ ശറാബ. വ്യാജമായ വാക്കും പ്രവർത്തനങ്ങളും ഒരാൾ റമദാനിൽ ഒഴിവാക്കുന്നില്ല എങ്കിൽ അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കിക്കൊള്ളണമെന്ന് റബ്ബിനൊരു നിർബന്ധമല്ല. വ്യാജമായ വാക്കും പ്രവർത്തനങ്ങളും, ഈ അഴിമതിയും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും അതുപോലെയുള്ള നിഷിദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിഷിദ്ധം ആഹരിക്കുന്ന പ്രവൃത്തിയുമെല്ലാം റമദാനിലും ഒരാൾ തുടരുകയാണെങ്കിൽ, റമദാനെ ആ രീതിയിൽ ആത്മനിയന്ത്രണത്തിലുള്ള പരിശീലന കാലമായി മനസ്സിലാക്കാതെ റമദാനിലും ഹറാമുകൾ ഒരുപാട് അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അയ്യദഅ തആമഹു വ ശറാബ. അന്നപാനീയങ്ങൾ മാത്രം അയാൾ ഒഴിവാക്കിയത് കൊണ്ട് അല്ലാഹുവിന് ഒരു പ്രയോജനമില്ല. അങ്ങനെ അല്ലാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, നമ്മോട് ആവശ്യപ്പെടുന്നില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഒരുങ്ങണം. 1-2 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടല്ലോ, ഒരുങ്ങണം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. മനസ്സിലാണല്ലോ സുഹൃതങ്ങളുടെ ചൈതന്യം നിറയുന്നത്. ആ സുഹൃതങ്ങളുടെ ചൈതന്യം നമ്മുടെ മനസ്സിൽ നിറയണമെങ്കിൽ ആ മനസ്സിൽ നിന്ന് മാലിന്യങ്ങൾ മുക്തമാവണം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഹൃദയവുമായിട്ട് റബ്ബിനെ സമീപിക്കുന്നവരുടെ ഇബാദത്തുകളല്ലാതെ റബ്ബ് തആല സ്വീകരിക്കുകയില്ല. ആ ഹൃദയത്തിൽ കാപട്യമുണ്ടെങ്കിൽ, ആ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ, ആ ഹൃദയത്തിൽ അസൂയയും പകയും പരസ്പര വിദ്വേഷവും നിറഞ്ഞു കിടക്കുകയാണ് എങ്കിൽ റബ്ബ് തആല ആ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനകളെ എങ്ങനെ സ്വീകരിക്കാനാണ്? സഹോദരങ്ങളെ, നമ്മൾ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ സജീവമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രാജ്യത്ത് സൗഹാർദ്ദം നിലനിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. ഈ മനസ്സാവുന്ന പാത്രം കഴുകി വൃത്തിയാക്കണം. ഈ മനസ്സിൽ നിന്ന് നിഫാഖും റിയാഖും ഹസദും കിബറും എല്ലാ ദുർബോധങ്ങളും ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ആ മനസ്സിലേക്ക് സുഹൃതങ്ങളുടെ ചൈതന്യം, ആ നോമ്പിന്റെ, നമസ്കാരത്തിന്റെ, ഖിയാമിന്റെ, സിയാമിന്റെ, തിലാവത്തുൽ ഖുർആനിന്റെ, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ, അതിന്റെ എല്ലാം ചൈതന്യം നമ്മുടെ മനസ്സിൽ നിറക്കാൻ സാധിക്കണമെങ്കിൽ മാലിന്യം ഒഴിവാക്കണം. ഒരു ബക്കറ്റിൽ നമ്മൾ ശുദ്ധജലം നിറക്കുന്നതിന്റെ മുന്നോടിയായി ആ ബക്കറ്റിലെ മലിനജലം കഴുകി ആ ബക്കറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കും. അതിനുശേഷം മാത്രമേ ആ പാത്രത്തിലേക്ക് നമ്മൾ ശുദ്ധജലം നിറക്കുകയുള്ളൂ. എങ്കിൽ റമദാനിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ മനസ്സ് മലിനമാണെങ്കിൽ, സഹോദരങ്ങളെ, ആ മലിനമായ മനസ്സും വെച്ച് നമ്മൾ നിർവഹിക്കുന്ന അമലുകൾ റബ്ബ് സ്വീകരിക്കുന്നില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. ആ ഒരു ബോധത്തോടുകൂടി മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുക. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനെ നല്ല നിലയിൽ വരവേൽക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു ഖുദ്സിനെ വിമോചിപ്പിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ പാവപ്പെട്ട ഉമ്മമാർ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, രോഗികൾ, വൃദ്ധജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു അഭയം നൽകി, അല്ലാഹു അപ്പം നൽകി, അന്നം നൽകി, അത്താണിയായി പടച്ചതമ്പുരാൻ റബ്ബേ നീ അവരെ സഹായിക്കണമേ നാഥ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂചിപ്പിച്ചതുപോലെ അടുത്ത ചൊവ്വയോ ബുധനാഴ്ചയോ ഒക്കെയായി നാം റമളാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മിക്കവാറും ചൊവ്വാഴ്ച തന്നെ റമളാൻ ആയിരിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നമ്മുടെ പാളയം ജുമാ മസ്ജിദ് ഇവിടെ നോമ്പ് തുറക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും റമളാനിലെ എല്ലാ ദിനങ്ങളിലും ഏർപ്പെടുത്താറുണ്ട്. അത് ഈ വർഷവും ഉണ്ടായിരിക്കുന്നതാണ്, ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ നോമ്പുതുറയോട് അനുബന്ധിച്ചുകൊണ്ട് നോമ്പ് കഞ്ഞി ഉണ്ടാവും. നോമ്പ് കഞ്ഞി ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകൾക്കനുസരിച്ചാണ് നമ്മളത് സജ്ജീകരിക്കാറുള്ളത്. ഒരു ദിനത്തെ ഒരു വിഹിതമായിട്ട് 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലാവുകയുള്ളൂ, കുറയുകയില്ല. ഏതായാലും ആളുകൾ സാധ്യമാവുന്ന രീതിയിൽ ഒരു വിഹിതം പൂർണ്ണമായിട്ടും കൊടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ സാധ്യമാവുന്ന രീതിയിൽ ചെയ്യുക. നോമ്പ് കഞ്ഞി, നോമ്പ് തുറപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അതെടുത്തു പറയേണ്ടതില്ല. ഒരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ, മൻ ഫത്തറ സായിമൻ, നോമ്പുകാരനായ ഒരാളെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പെടുത്ത മനുഷ്യൻ, അയാളുടെ പ്രതിഫലം കൂടി നോമ്പ് തുറപ്പിച്ചയാൾക്കും ലഭിക്കും. രണ്ടാൾക്കും നോമ്പുണ്ടായിരിക്കും, പക്ഷെ അതോടൊപ്പം തന്നെ നോമ്പെടുത്ത മനുഷ്യന്റെ ആ പ്രതിഫലം ഇയാൾക്കും ലഭിക്കും. നോമ്പെടുത്ത മനുഷ്യന് അതിന്റെ പ്രതിഫലം ഒരു കുറവും വരികയുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ നമ്മൾ കാണുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം നമ്മുടെ ഈ തെക്കൻ ഭാഗങ്ങളിൽ ആളുകളൊന്നും അവരുടെ വീടുകളിൽ നോമ്പ് തുറക്കുന്നില്ല എന്നുള്ളതാണ്. പള്ളികളിലാണ് അതിനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യമാണ്. പക്ഷേ മസ്ജിദുകളിൽ ഈ നോമ്പുതുറ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് ആളുകളുടെ തബറുആത്ത്, ആളുകളുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ആ ബോധ്യത്തോടു കൂടി നമ്മളെല്ലാവരും ഈ സംരംഭവുമായിട്ട് സജീവമായിട്ട് സഹകരിക്കണം. റബ്ബ് തആല നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നമ്മൾ നൽകുന്ന ഈ സംഭാവനകളെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല അതിന്റെ ആ ജാരിയായ സദഖയുടെ പ്രതിഫലം നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കും എല്ലാവർക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നേൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പും റമളാനും ഖുർആനുമെല്ലാം നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കി തരുമാറാവട്ടെ. നോമ്പും സാക്ഷി പറയും, റമളാനും സാക്ഷി, അതുപോലെ തന്നെ ഖുർആനും സാക്ഷി പറയുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖുർആൻ പറയും, പടച്ചവരെ അല്ലാഹുവേ, എന്നെ അവൻ ധാരാളമായി ഉറക്കമൊഴിച്ചിരുന്ന് പാരായണം ചെയ്തു. പടച്ചവനെ, അവന്റെ കാര്യത്തിൽ എന്നെ നീ ശുപാർശക്കാരനാക്കി മാറ്റണമേ എന്ന് ഖുർആൻ പറയും. നോമ്പ് പറയും, പടച്ചവനെ, അവൻ അന്നപാനീയങ്ങളെ ഒഴിവാക്കി, അവൻ നോമ്പനുഷ്ഠിച്ചു. അല്ലാഹുവേ, നോമ്പാകുന്ന എന്നെ, നോമ്പ് എങ്ങനെ ശുപാർശക്കാരനാവും? അല്ലാഹു ആയാലും, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഉൾക്കൊള്ളുകയും അതിന്റെ രൂപമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നോമ്പും ഖുർആനുമെല്ലാം ശുപാർശക്കാരാവുമെന്നാണ്. നോമ്പും ഖുർആനും നമുക്ക് അനുകൂലമായി ശുപാർശ പറയുന്ന സാഹചര്യം റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവന്റെ രാജസിംഹാസനത്തിന്റെ നേൽ നൽകി പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ
ദുനിയാവിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സന്തോഷത്തോടെ സംഗമിക്കുന്നവരുടെ ഗണത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾ പടച്ചവനെ അവരുടെ രോഗത്തിന് സമ്പൂർണമായ ശമനം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ മക്കൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹുവേ അവരുടെ പരീക്ഷകളിൽ അവർക്ക് ഉന്നതമായ വിജയം നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും തഖ്വയും ഈമാനും സബ്റും ഇസ്തിഖാമത്തും സിബാത്തും അല്ലാഹുവേ നാൾക്കുനാൾ നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ ദുർബോധങ്ങൾ പടച്ചു തമ്പുരാനെ, തെറ്റായ ചിന്തകളും ദുസ്വഭാവങ്ങളും അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്നും നീ നിഷ്കാസനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ നിഫാഖിനെ നിർമാർജനം ചെയ്ത്, റിയാഇനെ നിർമാർജനം ചെയ്ത്, ഈമാനും ഇഖ്ലാസും ഹൃദയത്തിൽ നിറയ്ക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഫലസ്തീൻ മക്കളെ, അല്ലാഹുവേ റോഹിംഗ്യൻ ജനതയെ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും നീ സഹായം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ അഭയം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ് എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ പടച്ചവനെ കോടാനക്കോടി അടിമകളുണ്ട്. അല്ലാഹ് പടച്ചവനെ ഉടമസ്ഥനായ റബ്ബായ നീ മാത്രമാണ് ഞങ്ങൾക്കും റബ്ബേ അല്ലാഹ് എന്ന് വിളിക്കാനുള്ളത്. അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في غزة، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.